ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂസിലാൻഡിലെ ടൗറാങ്ക എന്ന സ്ഥലത്തുള്ള മക്ലാരൻ ഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇന്നത്തെ യാത്രയിൽ നമ്മൾക്ക് പ്രധാനമായിട്ടും 3 സ്ഥലങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ 3 പാർട്ടായിട്ട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതേപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. യാത്ര തുടങ്ങി കുറേ മണിക്കൂർ കാറിലിരുന്ന ശേഷം നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ 2 മലകളെയും കീറി മുറിച്ചുകൊണ്ടൊരു റോഡാണിത്. ഇവിടെ നിറച്ച് ഇങ്ങനെ ഫോഗായിരുന്നു. ഇതെനിക്ക് പക്ഷേ ഈ ക്യാമറയിൽ ഇത്രയും ക്ലിയറായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു സീനിക് സ്പോട്ട് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിർത്തുമ്പോൾ ഈ മലയുടെ താഴെ നിന്നുള്ള വ്യൂസാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല തെളിഞ്ഞ ആകാശവും പിന്നെ അതേപോലെ തന്നെ ദൂരെ നിന്നുള്ള കുറേ കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഇതെല്ലാം മഞ്ഞാണ്. അപ്പോൾ നല്ല തണുപ്പായിരുന്നു ഇവിടെ നിന്നപ്പോൾ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ പോകുന്ന കാരണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോസ്കോയിൽ നിന്ന് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്നാക്സൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. കുറേ ദൂരം മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. റോഡുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ ആകാശം. അപ്പോൾ അതേ നോക്കിയപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു, മക്ലാരൻ ഫോൾസിൻ്റെ. അപ്പോൾ ഏകദേശം അടുത്തെത്താറാ എന്ന് മനസ്സിലായി. അപ്പോൾ ഈ റോഡൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ കൂടെ ട്രാവൽ ചെയ്യാൻ അടിപൊളിയായിരുന്നു. ഈ റോഡിൽ 1 ലൈൻ ബ്രിഡ്ജ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ബ്രിഡ്ജുണ്ട്. ഈ ബ്രിഡ്ജാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ്. മക്ലാരൻ ബ്രിഡ്ജാണ് ആ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമുണ്ട്. പിന്നെ സൂക്ഷിച്ചൊക്കെ പാർക്ക് ചെയ്യണം. ഇവിടുന്ന് വലിയ സ്പീഡിലൊക്കെ ആയിരിക്കും വണ്ടികളൊക്കെ വരുന്നത്. നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഈ മക്ലാരൻ ഫോൾസ് കാണാൻ പോവുകയാണ്. ഭയങ്കര വലിയ പാറക്കൂട്ടമാണിത്. ഈ പാറക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഈ വെള്ളം വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിലൂടെ നടന്നു പോയി നോക്കാം. മഴക്കാലം അല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം വളരെ കുറവായിരുന്നു. ഇത് നിറഞ്ഞ് പൊങ്ങി ഒഴുകുന്ന ഒരു ഇതാണെന്നാണ് ഞാൻ ഫോട്ടോസിലൊക്കെ കണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള സാഹസികതകൾ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കൊക്കെ എടുത്ത് ചാടിയിട്ടുണ്ട്. അങ്ങനെ കുറേ അപകടങ്ങളും മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് കാരണം ഇവരിവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടുകയോ പിന്നെ അപ്രത്യക്ഷമായിട്ടൊക്കെ ആയിരിക്കും വെള്ളം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ നീന്താനോ അങ്ങനൊന്നും പാടില്ല എന്നൊക്കെ അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ആ വെള്ളം വൈറോവ നദിയിലേക്ക് പോകുന്ന ഒരു റൂട്ടാണിത്. ഞാനും ചെറുതായിട്ട് ഇവിടെ ഒന്ന് കയറി നിന്നു. പക്ഷെ എനിക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായില്ല. അതുകാരണം ഞാൻ തിരിച്ച് തന്നെ ഇങ്ങനെ ഇറങ്ങി പോന്നു. വിസിറ്റേഴ്സിന് നടന്നു കാണാനുള്ള ഒരു പാലമാണിത്.
ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വെഹിക്കിൾസൊക്കെ പോകുന്ന ഒരു വൺ വേ റോഡും കൂടെ ഉണ്ട്. അതാണ് ആ വണ്ടികളൊക്കെ പോകുന്നത് കാണുന്നത്. ഇതിൻ്റെ താഴത്തേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല ആഴമുണ്ട്. ഫോൺ അങ്ങോട്ട് കാണിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല, എങ്ങനെ ചാടിപ്പോയി പിന്നെ പണിയാവുമല്ലോ. പിന്നെ ഈ പാറക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാനുള്ള വഴിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാറക്കൂട്ടത്തിൽ കൂടെ ഇങ്ങനെ പതുക്കെ നടന്ന് ഇതിൻ്റെ ഒരു കുറച്ച് പോർഷൻസൊക്കെ നടന്ന് നോക്കാൻ പറ്റും. പിന്നെ നമ്മൾ സൂക്ഷിച്ച് നടക്കണം, കാരണം ഈ പാറകളുടെ ഉള്ളിലൊക്കെ നല്ല കുഴികളൊക്കെ ഉണ്ട്. അത് കാരണം അധികം നേരമൊന്നും അവിടെ നിന്നില്ല. ഇവിടെ ഒരു വിശാലമായ ഒരു പാർക്കൊക്കെ ഉണ്ട്. 190 ഏക്കർ വിസ്തൃതിയുള്ള മക്ലാരൻ ഫോൾസ് പാർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ എൻട്രൻസ് ആണിത്. ഈ എൻട്രൻസിൻ്റെ അവിടുന്ന് നമ്മൾക്ക് കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു നദിയൊക്കെ കാണാൻ സാധിക്കും. പിന്നെ കുറേ ആളുകളുണ്ട് ഇവിടെ ക്യാമ്പൊക്കെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കഫേയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു അനിമൽസ് പാർക്ക് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫീസാണ്. അത് കാരണം അവിടെ കയറില്ല. ഫീസ് കൊടുത്തിട്ട് കാണാവുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് ആ പാർക്ക്. ഇനി ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ പാർക്ക് എന്തായാലും കാണാൻ ശ്രമിക്കുക. പിന്നെ ഇനി ഇവിടെ തന്നെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട്. ആ വെള്ളച്ചാട്ടം കാണാൻ നമ്മളിങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്നു. ഒരു 10-20 മിനിറ്റ് നടക്കാനുള്ളൂ. ഇതൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് ഇതിൻ്റെ അടുത്തേക്കൊന്നും പോയിരുന്നില്ല, പക്ഷെ കുറച്ച് ദൂരം അങ്ങനെ കാണാൻ പറ്റും. പിന്നെ നമ്മളെ മുകളിൽ കയറി നിന്നൊക്കെ കാണാൻ സാധിക്കും. ഞാനിവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ബോട്ട് കണ്ടത്, ഗ്ലോവോം ട്രാക്ക് എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ ഈ ട്രാക്കിലൂടെ നടന്ന് കുറച്ച് ഗ്ലോവോംസിനൊക്കെ കാണാമെന്ന് വിചാരിച്ചു ഇവിടെ വെച്ചടിച്ച് പിടിച്ചു. ഈ നദിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ശബ്ദവും പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ തണുപ്പും നല്ല ബ്യൂട്ടിഫുൾ ജേർണി ആയിരുന്നു. അങ്ങനെ ഗ്ലോവോംസിനൊന്നും കാണാതെ നമ്മൾ ആ എൻട്രി ചെയ്ത പാർക്കിൻ്റെ അവിടെ തന്നെ തിരിച്ചെത്തി. ചേടാ എന്നോർത്ത് ഞാനിങ്ങനെ എന്താഴ്ച കാണാൻ പറ്റിയില്ലോ എന്നോർത്ത് അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ഞാൻ വിചാരിച്ച ഇത് ഇരുട്ടായത്താണല്ലോ തിളങ്ങോളൂ. അപ്പോൾ അതേ ഇവിടെ ഒരു ബോർഡ് പ്രത്യേകം വെച്ചിട്ടുണ്ട്, ഇതിനെ കാണണമെങ്കിൽ രാത്രി തന്നെ വരണം. നല്ല രസമാണ് ഇത് നിങ്ങളെ കാണാനായിട്ടൊക്കെ കണ്ടത്. ഫോട്ടോയിൽ കണ്ടത് നല്ല തിളങ്ങുന്ന ലൂമിനൻസ് എഫക്റ്റ് നൽകുന്ന ബയോലൂമിനൻസ് എഫക്റ്റ് നൽകുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു പുഴുക്കളാണ് ഈ പറഞ്ഞ ഗ്ലോവോംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല, അതിനൊക്കെ രാത്രി വരണം. ഈ തണുപ്പത്തോടെ രാത്രിയൊക്കെ വരാമെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ബേ കാണാനുണ്ട്. പിന്നെ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത പാർട്ടിലിടാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.